ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വാട്ട് ഇഫിൻ്റെ എപ്പിസോഡ് 4 എൻ്റെ റിവ്യൂ മൈ ഒപ്പീനിയൻ ചെയ്യാൻ പോവാണ്. ആൻഡ് യെസ്, ഈ ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പൊതുവേ ഇതുവരെ വന്നിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ് ആയിരിക്കും. കാരണം ഞാൻ പേഴ്സണലി വാട്ട് ഇഫിൽ സീസൺ 1 കാണാൻ ആഗ്രഹിച്ചൊരു സ്റ്റോറി ആയിരുന്നു ഗമോറയുടെയും ടോണി സ്റ്റാർക്കിൻ്റെയും ആ ഒരു മൾട്ടിവേഴ്സ് ലെവൽ ത്രെട്ട് വന്നപ്പോൾ നമ്മുടെ വാച്ചർ എന്ത് ചെയ്തു, ഓരോ യൂണിവേഴ്സിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഹീറോസിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ് ഗമോറ. അപ്പോൾ ഗമോറേൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ടോണി സ്റ്റാർക്ക്. അപ്പോൾ ടോണി സ്റ്റാർക്ക് എങ്ങനെയാണ് അവിടെ എത്തിയത്? സക്കാറിലാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം സൂട്ടിൽ ആ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് അത് അവിടെ എത്തിയെന്ന് വെച്ചാൽ വളരെ ഒരു മിസ്റ്ററി ആയിരുന്നു. കാരണം ആ ഒരു കഥ സത്യം പറഞ്ഞാൽ വാട്ട് ഇഫ് സീസൺ 1 വരേണ്ടത്, പക്ഷെ അത് വരാത്തത് കൊണ്ട് നമുക്ക് സീസൺ 2 കിട്ടി. ആൻഡ് ബിലീവ് മീ, സീസൺ 2 ഈ ഒരു എപ്പിസോഡ് അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്രിനൽ പമ്പിങ് എപ്പിസോഡ് വിത്ത് മാക്സ്, ഒരുതരം കോംബോ ഓഫ് ഗമോറ ആൻഡ് ടോണി സ്റ്റാർക്ക്. അപ്പോൾ ഈ രണ്ടാൾക്കാരും അത്യാവശ്യം നല്ലൊരു വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊതുവേ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആൾക്കാരാണ് വാൽക്കറി, കോർഗ്, പിന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററുടെ കൂടെ വരുന്ന മറ്റേ മെൽറ്റിംഗ് സ്റ്റിക്കുള്ള ഒരു ലേഡി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ആ ഒരു കോൺടെസ്റ്റും പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രേസി വൈബ്നെസ്സും ആ ഒരു ത്രൂ ഔട്ട് എപ്പിസോഡ് നമുക്ക് കാണാൻ പറ്റി. അത്യാവശ്യം നല്ല എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ സിനിമ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലൊരു ടൈം ലൈൻ ആയിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അവഞ്ചേഴ്സ് ഫസ്റ്റിൽ നമ്മുടെ ഏലിയൻസ് ചിറ്റാറി ആർമി സ്പേസിൽ കൂടെ വരുന്ന സമയത്ത് ആ ഒരു ഹോള് ടെസറാക്റ്റ് കട്ട് ഓഫ് ചെയ്തപ്പോൾ ആ ഒരു ഹോൾ ഉണ്ടായില്ല സ്പേസിൽ, അതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മുടെ അയൺമാൻ വന്നത്. ബട്ട് ആ ഒരു ഗ്യാപ്പിൽ മൈന്യൂട്ട് സെക്കൻഡിൽ പുറത്തിറങ്ങിയ ആൾ അവിടെ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അതായിരുന്നു അവിടുത്തെ കോൺസെപ്റ്റ്. സ്പേസിൽ അകപ്പെടുന്നതിന് പകരം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, മറ്റേ ട്രാവൽ ചെയ്തിട്ട് സക്കാറിലെത്തിപ്പെട്ടു. സക്കാറിൽ ക്രാഷ് ചെയ്യുകയും നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിനെ കാണാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഭയങ്കര ഫാനായി മാറും. മെറ്റൽ മാൻ, മോജോ എന്നൊക്കെയാണ് പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഡെത്ത് റേസ് വേണമെങ്കിൽ പറയാം, ഡെത്ത് റേസ് ഹോസ്റ്റ് ചെയ്യുകയും ആ ഹോസ്റ്റിൽ നമ്മുടെ വാൽക്കറി മത്സരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടോണിയുടെ സൂട്ടൊക്കെ ആകെ ഡാമേജ്ഡ് ആയിരിക്കും, എന്നാലും എല്ലാ കാര്യങ്ങളും ഇൻഡയറക്റ്റ് നമ്മുടെ കോർഗ് ഉണ്ടാവും. പിന്നെ കോർഗും വാൽക്കറിയും തമ്മിലുള്ള ഒരു മത്സരം കണ്ടിട്ട് ഇമ്പ്രസ് ആയിട്ട് ടോണി ഇത് ചെയ്താൽ പെണ്ണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ലാസ്റ്റ് ടോണീനെയും അവർ മറ്റേ ഒരു ഇലക്ട്രോണിക്സ് ആണ് ഉണ്ടല്ലോ നമ്മുടെ തോറിൻ്റെ അവിടെ കഴുത്തുമേ, അത് ഇവന് കൊടുക്കും. എന്നിട്ട് അവനെ കൊണ്ടുപോയിട്ട് നമ്മുടെ സെല്ലിൽ അടയ്ക്കും. ആ സെല്ലിൻ്റെ ഒപ്പം ഉണ്ടായ വേറൊരാളാണ് നമ്മുടെ ഗമോറ. അങ്ങനെ ഗമോറനെ പരിചയപ്പെട്ട് ഇവരെല്ലാം സെറ്റായി വരുമ്പോൾ നമ്മുടെ ടോണിയുടെ ആർക്ക് ഡയറക്ടർ, കാരണം ആ സമയത്ത് തന്നെ ജീനിയസ് ലെവൽ ഐക്യമുള്ള ആൾ വേറൊരു അന്യഗ്രഹത്ത് പോകുമ്പോൾ ആ ഒരു ജീനിയസ്നെസ് കീപ്പ് ചെയ്യും. അപ്പോൾ കീപ്പ് ചെയ്യുന്ന പകരം തന്നെ പുള്ളിക്കാരൻ്റെ ആർക്കിടെക്ടർ കാരണം ഈ ഒരു ഇതുണ്ടല്ലോ, ഡിസ്ക് ഉണ്ടല്ലോ, അത് ഡിസേബിൾ ചെയ്തിട്ട് ആ ഒരു കേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കോർഗിൻ്റെ സഹായത്തും വാൽക്കറി സഹായത്തോടെ പുറത്തിറങ്ങും. അതോടൊപ്പം തന്നെ ഗമോറയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ സീൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരുടെയും ഇവർ പരിചയപ്പെടുകയും ചിറ്റാറി ആർമിയുടെ ഫോഴ്സ് എന്തുകൊണ്ടാണ് വന്നത്, ആരാണ് പിന്നിൽ, ആ ഒരു കഥയൊക്കെ ടോണി സ്റ്റാർക്ക് അറിയും. താനോസ് ആണ് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് താനോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് നമ്മുടെ ടോണി സ്റ്റാർക്ക് കേൾക്കുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ലാസ്റ്റത്തെ ഒരു എപ്പിക് ഒരു സീനുണ്ട് ഗമോറയും ടോണി സ്റ്റാർക്കൊക്കെ ആയിട്ട്. അവസാനം ഞാൻ പറയാം. അപ്പോൾ ഗമോറ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ഞാൻ താനോസിൻ്റെ ഡോക്ടറാണ്, അങ്ങനെയാണ് എനിക്ക് നിന്നെ കൊണ്ടുപോകണം എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ഇങ്ങേര് ഇൻട്രൊഡക്ഷൻ കൊടുക്കൂല, അച്ഛൻ്റെ പ്ലാനാണ് ഈ എന്താ പറയുക യൂണിവേഴ്സിൻ്റെ ബാലൻസിൽ കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമ്മറി കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇത് ആരാണ് എന്താണ്, പിന്നെ മനസ്സിലാവും ചിറ്റാരോ ആർമി ഈ താനോസിൻ്റെ വഴിയാണ് കൊണ്ടുവന്നത്, ലോക്കി അല്ല എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ മാറി ഇവർ എന്ത് ചെയ്യും, ഗ്രാൻഡ് മാസ്റ്ററിനെ ഇവിടെ പുറത്തിറക്കാൻ വേണ്ടി. ഇപ്പോൾ ടോണി സ്റ്റാർക്കിന് അറിയില്ലല്ലോ പെപ്പർ ജീവനോട് ഉണ്ടോ അങ്ങനെയാണെന്നൊന്നും അറിയില്ല. ബട്ട് ഏതൊരു TV ചാനലിലൂടെ ഇവർ സംഭവം ഈ ടോണി സ്റ്റാർക്ക് കാണും, ചിറ്റാരു ആർമി ഭൂമിയിൽ നിന്ന് ഫുള്ള് പോയി, എല്ലാവരും സേവ് ചെയ്യുക, അങ്ങനെ ന്യൂസ് കാണും. അതെനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് വന്നതെന്ന്. ആ ഒരു ന്യൂസ് ചാനൽ കണ്ടവർക്ക് അറിയാം, അതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പെപ്പറിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെപ്പറിനെ കാണാൻ വേണ്ടി പരമാവധി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നമ്മുടെ ടോണി സ്റ്റാർക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രമിക്കേണ്ട ഇടയിൽ പല ബുദ്ധിമുട്ടുകളും നേരിടും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററും നമ്മുടെ ടോണി സ്റ്റാർക്കും ഒരു ചലഞ്ച് രൂപത്തിൽ വയ്ക്കും. അതായത് ഞാനൊരു റേസിൽ പങ്കെടുക്കാം, നീ എൻ്റെ ഒപ്പം റേസ് ചെയ്യും, ഞാൻ ജയിച്ചാൽ ഞാൻ പറയുന്ന പോലെ എനിക്ക് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക
ഒരു പ്ലാനറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സക്കാർ എന്ന് പറഞ്ഞ പ്ലാനറ്റ് റൂൾ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ ഡീല് സമ്മതിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് ഒരു എപ്പിക് എന്ന് വെച്ചാൽ ഒരു എപ്പിക് റേസ് ബാറ്റിൽ തന്നെ പറയാം. അതിൽ പങ്കെടുത്ത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ചില സീനൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നു. ഒരു ബിൽഡിംഗ് സീൻ ഉണ്ട്, അത് നമുക്ക് പല മൂവിയിൽ റെഫറൻസ് ഉണ്ട്. അയൺമാൻ 1 ആയാലും 2 ആയാലും പല റെഫറൻസ് നമുക്ക് കിട്ടും പല സ്ഥലത്തുനിന്നും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവരുടെ ടീം കോർഡിനേഷൻ, കോർഗ് ആയാലും വാൽക്കർ ആയാലും ഗമോറ ആയാലും നന്നായിട്ട് എടുത്തു നിന്നുണ്ട്. ഇപ്പോൾ ഗമോറയും ടോണി സ്റ്റാർക്കും ഏകദേശം ഈ ലെവലിലാണ്. ടോണി സ്റ്റാർക്ക് ചെറുതായിട്ട് പൊടിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്, എന്നാലും ഗമോറ ഒട്ടും മോശമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റേസ് കാറിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഒരു തരം അൺഫെയർ വിക്ടറി ക്ലെയിം ചെയ്യുകയും ലാസ്റ്റ് പറയും ഞാനാ ജയിച്ചത് അല്ലെങ്കിൽ ടൈ ആയി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇയാളെ മനസ്സിലായി ഇയാൾ കള്ളത്തരം കാണിച്ച് ജയിക്കുക. അപ്പോൾ എല്ലാവരും ക്രൗഡ് അയാളുടെ അഗെയിൻസ്റ്റ് ആവുകയും ആ ഒരു മെൽറ്റിംഗ് സ്റ്റിക്ക് പുള്ളിക്കാരൻ്റെ കാല് തൊട്ട് പുള്ളിക്കാരൻ മെൽറ്റ് ആവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ് കാണേണ്ടതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ടുവേർഡ് ദ എൻഡ് നമ്മുടെ ടോണി സ്റ്റാർക്ക് ജയിച്ചു. ടോണി സ്റ്റാർക്കാണ് ജയിച്ചത്. പക്ഷേ അവർ ക്രൗൺ ചെയ്യണത് വാൽക്കറീനാണ് ശരിക്കും ക്രൗൺ ചെയ്യണത് ആസ് ദെയർ ന്യൂ കിങ് ഓർ ക്വീൻ. അപ്പോൾ ലാസ്റ്റ് ടോണി സ്റ്റാർക്കും നമ്മുടെ എങ്ങനെയും ഇവിടെ നിന്ന് ഔട്ട് ഓഫ് പ്ലാനറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഗമോറ എന്ത് ചെയ്യും? ഗമോറ ഈ നമ്മുടെ ടോണി സ്റ്റാർക്കിനെയും കൊണ്ട് താനോസിൻ്റെ അടുത്ത് പോകും. താനോസിൻ്റെ ആ ഒരു ചെയറില്ലേ, ഒരു ഫ്ലോട്ടിങ് ചെയർ ഉണ്ട് സ്പേസിൽ, നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ അല്ല, അവെഞ്ചേഴ്സ് എൻഡിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടപ്പോൾ ആ ഒരു സംഭവം അവിടെയും കാണിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണേണ്ട എപ്പിസോഡാണ്. അവസാനത്തെ എൻഡിങ്ങിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണാം, ഞാൻ പറയില്ല, അത് കാണാം. അപ്പോൾ എന്തായാലും